Balanagar Technical Institute Private ITI, Mookkannoor, Angamaly. Workshop Calculations and Science for First Years. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ITI ട്രേഡിന്റെ ഫസ്റ്റ് ഇയേഴ്സിന് വരുന്ന വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസും സയൻസിന്റെ പാർട്ടിലെ മെൻസുറേഷൻ എന്ന ചാപ്റ്റർ ആണ്. മെൻസുറേഷൻ എന്ന് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ഇറ്റ് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ജോമെട്രിക്കൽ ഷേപ്സ്, ഏരിയ ആൻഡ് വോളിയംസ്. It is just measurement of various parameters of geometric figures such as their area, perimeter, surface area, volume. മെൻസുറേഷൻ എന്ന് പറയുന്നത്രേ ഉള്ളൂ ഒരു മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെയാണ് മെൻസുറേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പഠിക്കുന്നത് ജോമെട്രിക്കൽ ഷേപ്പുകൾ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഫിഗറുകളുടെ ഏരിയ കണ്ടുപിടിക്കുക, വോളിയം കണ്ടുപിടിക്കുക, സർഫസ് ഏരിയ കണ്ടുപിടിക്കുക, പെരിമീറ്റർ കണ്ടുപിടിക്കുക. ഇത്രയാണ് നമ്മൾ മെൻസുറേഷൻ എന്ന പാർട്ടിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യം നമുക്ക് ഏരിയ എന്താണ്, വോളിയം എന്താണ്, അതേപോലെ തന്നെ പെരിമീറ്റർ എന്താണ്, സർഫസ് ഏരിയ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് the space inscribed by the boundary of a plane figure is known as area. It is measured in square units. നമ്മൾ ഒരു പ്ലെയിൻ ഫിഗർ എടുക്കാന്ന് വിചാരിക്കുക. ആ പ്ലെയിൻ ഫിഗറിന്റെ ബൗണ്ടറിയുടെ അകത്തുള്ള അത്രയും സ്പേസ്, ബൗണ്ടറിക്ക് ഉള്ളിൽ വരുന്ന അത്രയും സ്പേസ്, അതിനെയാണ് നമ്മൾ അതിന്റെ ഏരിയ എന്ന് നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ എ ആയിട്ട് ഡിനോട്ട് ചെയ്യും. ക്യാപിറ്റൽ ലെറ്റർ എ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്നത് സ്ക്വയർ യൂണിറ്റ്സിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുക മില്ലിമീറ്റർ, സെന്റിമീറ്റർ, അതേപോലെ തന്നെ മീറ്റർ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ, അളവ് നമ്മൾ എടുക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ സ്ക്വയർ യൂണിറ്റുകൾ മില്ലിമീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ എന്നിവയായിരിക്കും അതിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പെരിമീറ്റർ ആണ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ പി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബൗണ്ടറി ഓഫ് എ പ്ലെയിൻ ഫിഗർ ഈസ് നോൺ ആസ് പെരിമീറ്റർ. അതായത് ഒരു പ്ലെയിൻ ഫിഗർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബൗണ്ടറി എത്ര ലെങ്ത് ഉണ്ടോ ആ ലെങ്ത്, ടോട്ടൽ ലെങ്ത്, അതായത് ആ ടോട്ടൽ ലെങ്ത് ആണ് നമ്മൾ അതിന്റെ പെരിമീറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്രൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിന്റെ ഒരറ്റത്തുനിന്ന് തുടങ്ങി, ബൗണ്ടറിയുടെ ഒരറ്റത്തുനിന്ന് തുടങ്ങി തിരിച്ച് നമ്മൾ കറങ്ങി റൗണ്ട് ചെയ്ത് വീണ്ടും ആ പോയിന്റ് വരെ എത്തുമ്പോൾ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചോ അതാണ് നമ്മൾ അതിന്റെ പെരിമീറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് സർഫസ് ഏരിയയാണ്. ദ ഏരിയ ഓഫ് സർഫസസ് ഓഫ് ദ സോളിഡ് ഒബ്ജക്ട് ഈസ് നോൺ ആസ് സർഫസ് ഏരിയ. അതായത് ഒരു സോളിഡ് ഒബ്ജക്ട് എടുക്കുകയാണ്, അതിന് കുറെ സർഫസുകൾ ഉണ്ടാവാം. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ക്യൂബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 6 സർഫസുകളുണ്ട്. ആ ഓരോ സർഫസുകളുടെയും ഏരിയ എന്ന് പറയുന്നതാണ് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് എന്ന് പറയുക. അതാണ് ദ ഏരിയ ഓഫ് സർഫസസ് ഓഫ് ദി സോളിഡ് ഒബ്ജക്ട് ഈസ് നോൺ ആസ് സർഫസ് ഏരിയ. അപ്പോൾ നമ്മൾ 6 സർഫസ് ഉണ്ടെങ്കിൽ 6 സർഫസിന്റെ ഏരിയയും നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ സർഫസ് ഏരിയ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് സ്ക്വയർ യൂണിറ്റ്സിൽ തന്നെയാണ്. കാരണം ഏരിയ ആയതുകൊണ്ട് അതും മില്ലിമീറ്റർ സ്ക്വയർ ആവാം, സെന്റിമീറ്റർ സ്ക്വയർ ആവാം, അതുപോലെ തന്നെ മീറ്റർ സ്ക്വയറും ആകാം. ഇനി നമ്മൾ സർഫസ് ഏരിയ തന്നെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. The area of the object without its base area is known as curved surface area. Base area നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് curved surface area എന്ന് വിളിക്കാം. While the base area included, then it is known as total surface area. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബേസ് ഏരിയയും കൂടെ കൺക്ലൂഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻക്ലൂഡ് അതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വിളിക്കാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള വോളിയം ആണ്. വോളിയം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. The space occupied by the solid object is known as volume or capacity of given solid. The space occupied by the solid object is known as volume. ഒരു സോളിഡ് ഒബ്ജക്റ്റ് എടുക്കുന്നു, അതിൽ നമുക്ക് എത്ര സ്പേസ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ എത്ര സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര അതിന്റെ കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്ര അതിന് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറയുന്നതാണ് അതിന്റെ വോളിയം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് നമ്മൾ എടുക്കുന്ന ക്യൂബിക് യൂണിറ്റ്സിലാണ്. അതായത് മില്ലിമീറ്റർ ക്യൂബ് ആകാം, സെന്റിമീറ്റർ ക്യൂബ് ആകാം, അതേപോലെ തന്നെ മീറ്റർ ക്യൂബും ആകാം. ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഒരു മെൻസുറേഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും കേട്ടു നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നന്നായി പഠിക്കുക.